ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈംഗികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള 5 സിനിമകളെയാണ് നിങ്ങൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ലൈംഗികതയുടെ അതിപ്രസരണം കൊണ്ട് തന്നെ ഈ സിനിമകൾ നിങ്ങളെ ഒരിക്കലും നിരാശനാക്കത്തില്ല. ഈ വീഡിയോയുടെ മുന്നിലത്തെ ഭാഗം ഇതിന് മുന്നിലത്തെ വീഡിയോകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ കാണാവുന്നതാണ്. ഈ വീഡിയോ കാണുന്നവർ ഇതിൻ്റെ അവസാനം വരെ കാണുക, കാരണം അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ജാക്ക് പോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. നമുക്കെന്നാൽ ആദ്യത്തെ സിനിമയിലേക്ക് കടക്കാം. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇത് അവസാനം വരെ കാണുക, കാരണം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ സിനിമകൾ ഒരു ചെലവുമില്ലാതെ എങ്ങനെ കാണുവാൻ സാധിക്കുമെന്ന് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുവാൻ ശ്രമിക്കൂ. നിങ്ങളെ ആദ്യമേ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി അമേരിക്കൻ ചിത്രത്തിനെയാണ്. 2021 പുറത്തിറങ്ങിയ ദ വോയേഴ്സ് എന്ന ചിത്രമാണിത്. സിഡ്നി സ്വീറ്റ്നി കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ ഒരാളുടെ മാത്രമല്ല പലരുടെയും പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ഇതൊരു അടിപൊളി ഇറോട്ടിക് ചിത്രമാണ്. കളിക്ക് മാത്രമല്ല കഥയ്ക്കും ഈ ചിത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പീപ്പ, തോമസ് എന്നീ ദമ്പതിമാർ പുതിയൊരു അപ്പാർട്ട്മെൻറ്റിലോട്ട് താമസം മാറുന്നതോടുകൂടിയാണ് ഈ ചിത്രം ആരംഭിക്കുന്നത്. ഇതിൽ പിപ്പയുടെ കഥാപാത്രത്തിനെയാണ് സിഡ്നി സ്വീറ്റ്നി അവതരിപ്പിക്കുന്നത്. പിപ്പയുടെ ഭർത്താവായ തോമസ് ഒരു സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നു. പിപ്പ ഒരു ഡോക്ടറാണ്. പുതിയ വീട് വാങ്ങുന്നതിൻ്റെ സന്തോഷത്തിൽ അവർ രണ്ടുപേരും വീട്ടിലിരുന്ന് മദ്യപിക്കുന്നു. ആ സമയം തോമസ് ജനലിലൂടെ ഒരു കാഴ്ച കാണുവാനിടയായി. അപ്പുറത്തെ വീട്ടിൽ സുന്ദരിയായ ഒരു മോഡൽ അല്പവസ്ത്രധാരിയായി ഫോട്ടോകൾ എടുക്കുന്നു. അത് കണ്ട് തോമസിന് മൂഡ് കയറുന്നു. ഇത് കാണുന്ന പിപ്പ തോമസിനെ വഴക്കു പറയുന്നു. അതിനുശേഷം മൂഡ് പിടിച്ചിരിക്കുന്ന തോമസിന് കളി കൊടുക്കുവാനായി പിപ്പ ഒരു നൈറ്റ് വെയറൊക്കെ ധരിച്ചു വരുന്നു. ആ സമയം തോമസ് ഉറങ്ങിപ്പോകുന്നു. ഇത് കണ്ട് പിപ്പയ്ക്ക് ദേഷ്യം വരുന്നു. പിറ്റേ ദിവസം പിപ്പയ്ക്ക് അപ്പുറത്തെ ഫ്ലാറ്റിൽ എന്തൊക്കെ നടക്കുന്നു എന്നറിയുവാൻ ഒരു ആകാംക്ഷ തോന്നുന്നു. അവൾ അവിടേക്ക് നോക്കിയപ്പോൾ അവിടെ ആ ഫോട്ടോഗ്രാഫറും അവളുടെ ഭാര്യയും നിൽക്കുന്നത് കാണുന്നു. സെബ് എന്നാണ് ആ ഫോട്ടോഗ്രാഫറിൻ്റെ പേര്. ഭാര്യയുടെ പേര് ജൂലിയ എന്നും ആയിരുന്നു. സെബിനെ കണ്ടപ്പോൾ പിപ്പയ്ക്ക് എന്തൊക്കെയോ മൂഡ് കയറുന്നു. അതുകൊണ്ട് തൻ്റെ ഭർത്താവായ തോമസിനോട് അവിടെ ചെന്ന് പരിചയപ്പെടാമെന്ന് പിപ്പ പറയുന്നു. എന്നാൽ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് തോമസ് അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്നു. ആ ദിവസം ഫോട്ടോഗ്രാഫറായ സെബ് ഒരു കിടു ആറ്റം ചെറുക്കനെ ഫോട്ടോ എടുക്കുവാനായി വീട്ടിൽ വിളിച്ചു കയറ്റുന്നു. ആ സമയം സെബിൻ്റെ ഭാര്യയായ ജൂലിയ അവിടെ ഉണ്ടായിരുന്നില്ല. സെബിൻ്റെ ഫോട്ടോ എടുക്കലെല്ലാം പിപ്പ ജനലിലൂടെ കാണുന്നുണ്ടായിരുന്നു. ഫോട്ടോ എടുപ്പ് കഴിഞ്ഞ് സെബ് ആ സുന്ദരിയായ മോഡലുമായി പരിപാടി നടത്തുവാൻ തുടങ്ങി. ആ രംഗമെല്ലാം തന്നെ യാതൊരു മറയുമില്ലാതെ തന്നെ പിപ്പ കാണുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് പിപ്പ തൻ്റെ മുറിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ പരിപാടികളെല്ലാം നല്ല രീതിയിൽ കാണുവാൻ വേണ്ടി ഒരു ബൈനോക്കുലർ പിപ്പ ഉപയോഗിച്ചു. വീട്ടിൽ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ തോമസിനോട് ആ വീട്ടിൽ എന്തൊക്കെ പറയുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി തനിക്ക് ആഗ്രഹമുണ്ടെന്നും അതിനാൽ അപ്പുറത്തെ വീട്ടിൽ ഒരു മൈക്രോഫോൺ സ്ഥാപിക്കണമെന്നും പിപ്പ ആവശ്യപ്പെടുന്നു. ആദ്യമൊന്നും തോമസ് സമ്മതിച്ചിരുന്നില്ല എങ്കിലും പിപ്പയുടെ പിടിവാശി കാരണം തോമസ് അതിന് സമ്മതിക്കുന്നു. മൈക്രോഫോൺ സ്ഥാപിക്കുന്നതിനായി സെബിൻ്റെ വീട്ടിൽ കടക്കണമായിരുന്നു. അതിനുവേണ്ടി അവർക്ക് ഒരു അവസരം വന്നെത്തുന്നു. സെബിൻ്റെ വീട്ടിൽ ഒരു പാർട്ടി നടക്കുന്നു. ആ പാർട്ടിയിലേക്ക് തോമസും പിപ്പയും വേഷം മാറി മാസ്കൊക്കെ വെച്ച് കടന്നു ചെല്ലുന്നു. അവിടെ എത്തി അവർ മൈക്രോഫോൺ സ്ഥാപിച്ചതിന് ശേഷം കടന്നു കളയുന്നു. ആ സമയം പാർട്ടിയിൽ വെച്ച് സെബ് സുന്ദരിയായ ഒരു മോഡലിനെ കണ്ടുമുട്ടുന്നു. അങ്ങനെ അവരുമായി സെബ് ഒരു ഗംഭീര പരിപാടി തന്നെ നടത്തുന്നു. മറ്റു രംഗങ്ങളെപ്പോലെ തന്നെ ഈ രംഗത്തിനും പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. സെബിൻ്റെ ഈ പരിപാടി ജൂലിയ കണ്ടെത്തുന്നു. അങ്ങനെ സെബ് ജൂലിയയുമായി ഒരു വാക്കുതർക്കത്തിലേർപ്പെടുന്നു. ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് പിപ്പയും തോമസും അവരുടെ മുറിയിലിരിപ്പുണ്ടായിരുന്നു. പിറ്റേ ദിവസം പിപ്പയുടെ ആശുപത്രിയിൽ ജൂലിയ വരുന്നു. ജൂലിയയെ കണ്ട പിപ്പ ആദ്യമൊന്ന് ഭയന്നു പോയെങ്കിലും പിന്നീട് അത് കാര്യമാക്കിയില്ല.
ജൂലിയയ്ക്ക് വേണ്ടത് ചെയ്തു കൊടുത്തതിന് ശേഷം പിപ്പ അവളുമായി കമ്പനിയാകുന്നു. പിറ്റേ ദിവസം കാണാമെന്ന് പറഞ്ഞ് ജൂലിയ അവിടെ നിന്നും പോകുന്നു. ജൂലിയ ഹോസ്പിറ്റലിൽ വന്ന കാര്യം പിപ്പ തൻ്റെ ഭർത്താവായ തോമസിനോട് പറയുന്നു. എന്നാൽ അവളുമായി അധികം പരിചയമൊന്നും വേണ്ടെന്ന് തോമസ് അവളെ ഉപദേശിക്കുന്നു. പിറ്റേ ദിവസം ജൂലിയയും പിപ്പയും വീണ്ടും കണ്ടുമുട്ടുന്നു. താനും തൻ്റെ ഭർത്താവുമായി നടന്ന വിഷയമെല്ലാം ജൂലിയ പിപ്പയോട് പറയുന്നു. ഇക്കാര്യമെല്ലാം നേരത്തെ തന്നെ പിപ്പയ്ക്ക് അറിയാമായിരുന്നെങ്കിലും അവൾ അതൊന്നും അറിഞ്ഞതായി ഭാവിച്ചില്ല. അന്ന് രാത്രി സെബ് മറ്റൊരു പെണ്ണുമായി പരിപാടി നടത്തുന്നത് പിപ്പ ബൈനോക്കുലറിലൂടെ കാണുന്നു. പരിപാടി നടന്നതിന് ശേഷം അവൻ തൻ്റെ സുരക്ഷാ സാധനം വേസ്റ്റ് ബോക്സിലോട്ട് എടുത്തു കളയുന്നത് പിപ്പ ശ്രദ്ധിക്കുന്നു. പിപ്പ അക്കാര്യം അപ്പോൾ തന്നെ ജൂലിയയ്ക്ക് മെസ്സേജ് അയക്കുന്നു. അങ്ങനെ സെബുമായി വീണ്ടും ജൂലിയ അടിപിടിയാകുന്നു. സെബിനെ കൊല്ലുവാനായി ജൂലിയ ഒരു കത്തിയൊക്കെ കരുതിയിരുന്നു. എന്നാൽ അത് ജൂലിയയ്ക്ക് ഉപയോഗിക്കുവാൻ സാധിച്ചില്ല. കാര്യങ്ങളെല്ലാം ഇത്രയും ആയെന്നറിഞ്ഞ തോമസ് പ്രശ്നം വഷളാകുമെന്ന് മനസ്സിലാക്കിയ ഇനി ഇതൊക്കെ അവസാനിപ്പിക്കണമെന്നും ജൂലിയയുമായി യാതൊരുവിധ കമ്പനിയും വേണ്ടെന്ന് പിപ്പയോട് ഉപദേശിക്കുന്നു. പിറ്റേ ദിവസം ജൂലിയ ജീവനൊടുക്കിയതായി അവർ അറിയുന്നു. തോമസും പിപ്പയും വളരെയധികം ഭയന്നു പോകുന്നു. പിപ്പയുടെ അതിബുദ്ധി കാരണമാണ് പ്രശ്നം ഇത്രയും വഷളായതെന്ന് തോമസ് അവളെ കുറ്റപ്പെടുത്തുന്നു. ഇനി പിപ്പയുടെ കൂടെ താനിവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞ് തോമസ് വീട് വിട്ടിറങ്ങുന്നു. പിപ്പ മൊത്തത്തിൽ സങ്കടപ്പെട്ട് അവിടെ പൊട്ടിക്കരയുന്നു. ആ സമയം സെബ് തൻ്റെ ഭാര്യ പോയ വിഷമത്തിൽ അവിടെ മദ്യപിച്ചിരിക്കുകയായിരുന്നു. പിപ്പയുടെ മനസ്സിൽ താൻ കാരണമാണ് സെബിന് ഈ അവസ്ഥ ഉണ്ടായതെന്നോർത്ത് ഒരു കുറ്റബോധമുണ്ടായി. കൂടുതൽ മദ്യപിക്കുന്നതിനായി സെബ് അടുത്തുള്ള ബാറിലോട്ട് പോകുന്നു. ആ കുറ്റബോധം കാരണം പിപ്പയും സെബിൻ്റെ പുറകെ ഫോളോ ചെയ്തു പോകുന്നു. ബാറിലെത്തി മദ്യസേവനം നടത്തുന്ന സെബിനോട് മിണ്ടുവാൻ പിപ്പ ശ്രമിക്കുന്നു. അങ്ങനെ തൻ്റെ വിഷയമെല്ലാം സെബ് പിപ്പയോട് പറയുന്നു. സെബിൻ്റെ സങ്കടം മുഴുവൻ പിപ്പ കേട്ടതിന് ശേഷം അവനെ സ്വാന്തനിപ്പിക്കുവാൻ അവൾ ശ്രമിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂട്ടാകുന്നു. ബാറിലെ വെള്ളമടിയെല്ലാം കഴിഞ്ഞ് സെബ് പിപ്പയെ വീട്ടിലോട്ട് ക്ഷണിക്കുന്നു. വീട്ടിലെത്തിയ സെബ് പിപ്പയുടെ പല പോസുകളുള്ള ചിത്രങ്ങൾ എടുക്കുന്നു. അതിനുശേഷം പിപ്പയുടെ പൂർണ്ണ നഗ്നത നിറഞ്ഞ ചിത്രങ്ങളും അവൻ എടുക്കുന്നു. ഈ ചിത്രത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് തന്നെ ഈ രംഗമാണ്. സിഡ്നിയുടെ ഫോട്ടോ എടുക്കുവാൻ വേണ്ടിയുള്ള സ്ട്രിപ്പിംഗ് രംഗത്തിൽ തന്നെ ആവേശഭരിതരാകാത്ത ആരും തന്നെ ഇല്ല. നല്ല ഒത്തൊരുമൊലയാണ് അവളുടേത്. അതെല്ലാം തന്നെ നമുക്ക് ഈ ചിത്രത്തിലൂടെ കാണുവാൻ സാധിക്കും. അവളുടെ കൂർത്ത നിപ്പിൾസും നമുക്ക് ഈ രംഗത്തിലൂടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവളുടെ നഗ്നത കണ്ട് മൂടി പിടിച്ച സെബ് ഫോട്ടോകൾ എല്ലാം പകർത്തിക്കൊണ്ടിരുന്നു. അതിനുശേഷം അവർ കലാപരിപാടിയിലേക്ക് കടക്കുന്നു. പിപ്പയെ പൂർണ്ണ നഗ്നയായി സെബ് വത്സനടിക്കുന്ന ഒരു രംഗമുണ്ട് ഈ ചിത്രത്തിൽ. അതിൽ പിപ്പ രതിസുഖം മൂർത്ത് കിടന്ന് പൊളയുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. കേറ്റൽ പരിപാടി എത്തിയപ്പോഴത്തേക്കും സെബിനോട് കോണ്ടം ധരിച്ചു കൊണ്ടുവരാൻ പിപ്പ ആവശ്യപ്പെടുന്നു. കയറി ഇരുന്നു കൊണ്ടുള്ള പരിപാടിയിൽ പിപ്പയുടെ വടിപൊത്ത ശരീരത്തിൽ സെബ് കൈകൊണ്ട് പിടിച്ചമർത്തുന്നതും ഈ രംഗത്തിൽ എടുത്തു കാട്ടുന്നുണ്ട്. പിപ്പയുടെ കൂർത്ത മുരളിയിൽ സെബ് പിടിച്ചമർത്തുന്നതും യാതൊരു മറയുമില്ലാതെ തന്നെ ഈ രംഗത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. പിപ്പ സെബിൻ്റെ മുകളിൽ കയറി ഇരുന്നു കൊണ്ടുള്ള പരിപാടികൾ എല്ലാം തന്നെ തോമസ് തൻ്റെ മുറിയിലിരുന്ന് ബൈനോക്കുലർ കൊണ്ട് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു അടിപൊളി വടിപൊത്ത ശരീരവും 304D സൈസ് മൂല ഉള്ള ഒരു അടിപൊളി നടിയാണ് സിഡ്നി. ഇതിനോടകം തന്നെ റോളിംഗ് സ്റ്റോൺസിൻ്റെ ആംഗ്രി എന്ന ആൽബത്തിൽ അഭിനയിച്ച് വളരെയധികം പ്രേക്ഷക ശ്രദ്ധ അവൾ ആർജിച്ചിരുന്നു. ദ വോയേഴ്സ് എന്ന ഈ ചിത്രം ഒരു ഇറോട്ടിക് ത്രില്ലർ കാറ്റഗറിയിൽ പെടുന്ന ഒരു ചിത്രമാണ്. മാത്രമല്ല ഇതിൻ്റെ കഥ ഈ കളിയോടുകൂടി അവസാനിക്കുന്നില്ല. ഇതിനുശേഷവും ഒട്ടും പ്രതീക്ഷിക്കാതെ പ്രേക്ഷകരെ സസ്പെൻസ് അടിപ്പിക്കുന്ന ചില സംഭവങ്ങൾ ഈ ചിത്രത്തിൽ നടക്കുന്നുണ്ട്. അതെല്ലാം തന്നെ നിങ്ങൾ ഈ ചിത്രം കണ്ട് തന്നെ ആസ്വദിക്കൂ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ രണ്ടാമതായി പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒട്ടുമിക്ക പേരും കണ്ടിരിക്കുന്ന ഒരു അടിപൊളി US ചിത്രത്തിനെയാണ്. 2022 പുറത്തിറങ്ങിയ ഡീപ്പ് വാട്ടർ എന്ന ചിത്രമാണിത്. ബാറ്റ്മാൻ എന്ന ചിത്രത്തിലൂടെ അഭിനയിച്ച് പ്രേക്ഷക ശ്രദ്ധ ആർജിച്ച ബെൻ അഫ്ലെക്കും ജെയിംസ് ബോണ്ട് ചിത്രമായ നോ ടൈം ടു ഡൈ എന്ന ചിത്രത്തിൽ അഭിനയിച്ച്
പ്രേക്ഷക ശ്രദ്ധ ആർജിച്ച സുന്ദരിയായ അന്ന ഡി അർമാസും ചേർന്ന് അഭിനയിച്ച ഒരു അടിപൊളി ചിത്രമാണിത്. സുന്ദരിയായ അന്ന ഡി അർമാസിൻ്റെ പൂർണ്ണ നഗ്നത കണ്ട് ആസ്വദിക്കുവാൻ ആഗ്രഹിക്കാതെ ആരും തന്നെ ഉണ്ടാകത്തില്ല. അതെല്ലാം തന്നെ ഈ ചിത്രത്തിൽ നമുക്ക് നേരിട്ട് കണ്ട് ആസ്വദിക്കാവുന്നതാണ്. മെലിൻഡ എന്ന കഥാപാത്രത്തിനെയാണ് അവൾ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. അവൾ വിക്ക് എന്നൊരാളുമായി വിവാഹിതയായിരുന്നു. ട്രിക്സി എന്നു പേരുള്ള ഒരു പെൺകുട്ടി അവർക്കുണ്ടായിരുന്നു. വിവാഹിതയായിരുന്നിട്ടും ഒരു കുട്ടി ഉണ്ടായിരുന്നിട്ടും മെലിൻഡയ്ക്ക് തൻ്റെ ഭർത്താവുമായുള്ള ലൈംഗിക ബന്ധത്തിൽ സംതൃപ്തി കിട്ടുന്നില്ലായിരുന്നു. തൻ്റെ കാമം തീർക്കുവാനായി അവൾ പല ആണുങ്ങളെയും വലവേശി പിടിച്ച് തൻ്റെ കാമം അവരിൽ തീർക്കുമായിരുന്നു. ബാറ്റ്മാനാണ് വിക്ക് എന്ന ആ കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്നത്. മെലിൻഡയുടെ ഈ പരിപാടി വിക്കിന് നന്നായിട്ട് അറിയാമായിരുന്നു. തൻ്റെ ഭാര്യ തൻ്റെ കയ്യിൽ നിന്ന് വിട്ടു പോകാതിരിക്കുവാൻ വേണ്ടി മെലിൻഡയുടെ പല പരിപാടികൾക്കും വിക്ക് കണ്ണടയ്ക്കുന്നു. എങ്കിലും തൻ്റെ ഭാര്യയെ തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തുവാൻ വേണ്ടി വിക്കിന് ആഗ്രഹമുണ്ടായിരുന്നു. വളരെയധികം സുന്ദരിയായ ഒരു ആറ്റം ചരക്കാണ് മെലിൻഡ. അവൾ വലവീശി പിടിച്ച് കാമുകന്മാരുമായി അവൾ തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ച് പരിപാടി നടത്തുന്നു. അതെല്ലാം കണ്ട് കക്കോടായി നിൽക്കുവാനേ വിക്കിന് സാധിച്ചുള്ളൂ. പക്ഷേ വിക്ക് ഇതിനുള്ള പ്രതികാരം മെലിൻഡ അറിയാതെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. അതെന്താണെന്ന് നിങ്ങൾ ചിത്രം കണ്ട് തന്നെ മനസ്സിലാക്കൂ. കാറിൽ തന്നെ കാമുകനുമായി യാത്ര ചെയ്യുന്ന മെലിൻഡ അവന് മുമ്പാകെ വിരലിടുകയും അതിനുശേഷം അവനുമായി കിസ്സടിച്ച് പരിപാടി നടത്തുന്ന ഒരു രംഗവും ഈ ചിത്രത്തിലുണ്ട്. മെലിൻഡയ്ക്ക് പല കാമുകന്മാർ ഉണ്ടായതിനാൽ അത്തരം നിരവധി ചേഷ്ടകൾ നമുക്ക് ഈ ചിത്രത്തിൽ കാണുവാൻ സാധിക്കും. വീട്ടിൽ ജോലിക്കാരി നിൽക്കുമ്പോൾ തന്നെ തൻ്റെ മാറിടം പുറത്തിട്ടുകൊണ്ട് നഗ്നയായി അടുക്കളയിൽ മെലിൻഡ ജോലി ചെയ്യുന്ന ഒരു രംഗമുണ്ട്. അത് കണ്ടുവരുന്ന വിക്ക് മെലിൻഡയോട് ദേഷ്യപ്പെടുന്നു. എന്നാൽ മെലിൻഡ ആകട്ടെ വിക്കിനെ തെറിപറഞ്ഞതിന് ശേഷം ബെഡ്റൂമിലോട്ട് പോകുന്നു. തൻ്റെ ഭാര്യയ്ക്ക് മൂടി കയറിയത് കൊണ്ടാണ് അവൾ ഇങ്ങനെ കാണിച്ചതെന്ന് മനസ്സിലാക്കിയ വിക്ക് ബെഡ്റൂമിലോട്ട് ചെല്ലുന്നു. ബെഡിൽ നഗ്നായി കിടക്കുന്ന മെലിൻഡയുമായി വിക്ക് പരിപാടി നടത്തുന്നു. ഈ ചിത്രത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് തന്നെ ഈ രംഗമാണ്. അന്ന ഡി അർമാസിൻ്റെ ഈന്തപ്പഴം പോലുള്ള മാറിടം ഈ രംഗത്തിൽ എടുത്തു കാണാം. അന്ന ഡി അർമാസിൻ്റെ നഗ്നത നിറഞ്ഞ നിരവധി ചിത്രങ്ങളുണ്ടെങ്കിലും ഈ ചിത്രത്തിലെ രംഗം എടുത്തു തന്നെ നിൽക്കും, അത് തീർച്ച. അന്ന ഡി അർമാസിൻ്റെ നഗ്നത നിറഞ്ഞ രംഗങ്ങൾ അടങ്ങിയിരിക്കുന്ന ചിത്രങ്ങളെ പറ്റിയുള്ള വീഡിയോ ആർക്കെങ്കിലും വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. ഞാൻ തീർച്ചയായും അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ആ കളി കഴിഞ്ഞ് രണ്ടാമത്തെ റൗണ്ടിൽ തൻ്റെ ഭാര്യയ്ക്ക് കുണ്ടുകടിക്കുന്ന ഒരു രംഗം കൂടി ഈ ചിത്രത്തിലുണ്ട്. വിക്കും മെലിൻഡയും കൂടി കാറിൽ സഞ്ചരിക്കുമ്പോൾ തൻ്റെ ഭർത്താവിനെ മൂടി പിടിപ്പിക്കാൻ വേണ്ടി മെലിൻഡ അവനെ വത്സനടിക്കുന്നു. ആ സമയം വിക്ക് മെലിൻഡയോട് അവളുടെ കാമുകന്മാരുമായുള്ള പരിപാടികൾ നിർത്തണമെന്ന് പറയുന്നു. എന്നാൽ അതിഷ്ടപ്പെടാത്ത മെലിൻഡ അപ്പോൾ തന്നെ വിക്കിൻ്റെ അണ്ടിക്കങ്ങ് കയറി കടിക്കുന്നു. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പാർക്കിൽ വെച്ച് തൻ്റെ ഭർത്താവിൻ്റെ കൈയെടുത്ത് തൻ്റെ രഹസ്യഭാഗത്തിൽ വെച്ച് വിരലിടുവാൻ പ്രേരിപ്പിക്കുന്ന മെലിൻഡയെ കാണിച്ചുകൊണ്ടാണ് ചിത്രം ആരംഭിക്കുന്നത്. ആ രംഗത്തിൽ ഒരു സ്കർട്ടായിരുന്നു അവളുടെ വേഷം. ആഡ്രിയൻ ലൈനിൻ്റെ അൺഫെയ്ത്തബിൾ എന്ന ചിത്രത്തിന് ശേഷം രണ്ടാമത് ഇറക്കിയ ഒരു ചിത്രം കൂടിയാണിത്. ആദ്യത്തെ ചിത്രത്തിനെ പോലെ തന്നെ അവിഹിതം തന്നെയാണ് ഈ രണ്ടാമത്തെ ചിത്രത്തിനും അവർ കേന്ദ്ര വിഷയമായി ഉന്നയിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ അന്ന ഡി അർമാസിന് തൻ്റെ ക്യാരക്ടർ കാരണം തൻ്റെ ഫാൻസ് എല്ലാം ഹേറ്റേഴ്സ് ആകുമോ എന്ന് ഭയമുണ്ടായിരുന്നു. എന്നാൽ അവളുടെ നഗ്നതാ പ്രദർശനവും പലതരം ലൈംഗിക വിക്രിയകൾ കൊണ്ടും ഫാൻസ് കൂടുകയാണുണ്ടായത്. 1957 പുറത്തിറങ്ങിയ പാട്രിക്ക സ്മിത്തിൻ്റെ ഡീപ്പ് വാട്ടർ എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം അവർ എടുത്തിരിക്കുന്നത്. ഈ ചിത്രത്തിലെ മറ്റൊരു കോമഡി എന്തെന്നാൽ അന്ന ഡി അർമാസിൻ്റെ കാര്യം നമ്മുടെ ബാറ്റ്മാന് ഏകദേശം 16 വയസ്സ് മൂപ്പുണ്ടായിരുന്നു. കളിക്കൊപ്പം കഥയ്ക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ചിത്രമാണിത്. അതുകൊണ്ട് തന്നെ അന്ന ഡി അർമാസിൻ്റെ നഗ്നത കാണുവാൻ ആഗ്രഹിക്കുന്നവർ ഈ ചിത്രം ഒരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ മൂന്നാമതായി പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി അമേരിക്കൻ ചിത്രത്തിനെയാണ്. 2008 പുറത്തിറങ്ങിയ ദ ഇൻഫോമേഴ്സ് എന്ന ചിത്രമാണിത്. ആംബർ ഹെഡ് കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പലരുടെയും പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ഇതിനോടകം തന്നെ മിക്കവർക്കും ആംബർ ഹെഡിനെ അറിയാമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ജോണി ഡെപ്പിൻ്റെ ഭാര്യ ആയിരുന്ന അവൾ
അവർ ഡൈവേഴ്സുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. മാത്രമല്ല അക്വാമാൻ്റെ ഭാര്യയായ മെര എന്ന കഥാപാത്രത്തിനെ അവൾ അവതരിപ്പിച്ചിരുന്നു. നെവർ ബാക്ക് ഡൗൺ എന്ന 2008 ചിത്രത്തിലൂടെയാണ് അവൾക്ക് ഫാൻ ബേസ് കൂടിയത്. ആ ചിത്രത്തിൽ അവളുടെ ഒരു ചൂടൻ രംഗം ഉണ്ടായിരുന്നു. മറ്റ് നടിമാരെ അപേക്ഷിച്ച് വളരെയധികം സുന്ദരിയും ശാരീരിക അഴകും ഉള്ള ഒരു നടിയാണ് ആംബർ ഹേർഡ്. അതിന് പിന്നിൽ ഒരു രഹസ്യമുണ്ട്. മോഡേൺ ഡിജിറ്റൽ മാപ്പിംഗ് ടെക്നോളജി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗോൾഡൻ റേഷ്യോയുമായി 91.85% പെർഫെക്റ്റ് ആണ് ആംബർ ഹേർഡ്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് നടിമാരിൽ നിന്ന് വ്യത്യസ്തമായി ആംബർ ഹേർഡിൻ്റെ ശരീരഭാഗവും സൗന്ദര്യവും തിളങ്ങുന്നത്. അവളുടെ ആകാര ഭംഗിയും പൂർണ്ണ നഗ്നതയും എടുത്ത് അറിയണമെങ്കിൽ ഇൻഫോമേഴ്സ് എന്ന ഈ ചിത്രം തന്നെ കാണണം. ഈ ചിത്രത്തിൽ അവളുടെ പൂർവ്വ മൂലയും എല്ലാം തന്നെ കാണിക്കുന്നുണ്ട്. ഒരു ത്രീസം രംഗത്തിലൂടെയാണ് അത് കാണിക്കുന്നത്. 2 ആണുങ്ങളെ കൂടെ അടിച്ചു നിമിർത്തുന്ന ആംബർ ഹേർഡിനെ നമുക്ക് അതിൽ കാണാവുന്നതാണ്. അവളെ മാത്രമല്ല മറ്റനവധി നടിമാരുടെ പൂർണ്ണ നഗ്ന പ്രദർശനവും ഇതിലുണ്ട്. ക്രിസ്റ്റ്യൻ എന്ന കഥാപാത്രനെ ആണവൾ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. മയക്കുമരുന്ന് കച്ചവടക്കാരെ പിടികൂടാനായി FBI ഏജൻസി നടത്തുന്ന ഒരു സീക്രട്ട് ഓപ്പറേഷൻ്റെ കഥ പറയുന്ന ഒരു ചിത്രമാണിത്. ആംബർ ഹേർഡിൻ്റെ രംഗത്തിൽ 45% പൂർണ്ണ നഗ്ന നിറഞ്ഞ കളികളാണ്. പൂർണ്ണ നഗ്നയായി ഒരാളുടെ മുകളിൽ ഇരുന്ന് കളിക്കുന്ന ആംബർ ഹേർഡിൻ്റെ ഒരു രംഗമുണ്ട്. കളിയുടെ ഇടയിലും അവൾ ബാങ് വലിക്കുന്നു. കളിക്കുന്ന ഇടയിലായതുകൊണ്ട് തന്നെ അവളുടെ മുല കൂർത്തായിരുന്നു ഇരുന്നത്. അതെല്ലാം തന്നെ നമുക്ക് ഈ ചിത്രത്തിൽ കാണാവുന്നതാണ്. അതിനുശേഷം അവൾ TV കണ്ടുകൊണ്ട് നഗ്നയായി ഡാൻസ് ചെയ്യുന്നു. അവളുടെ കളിക്ക് വേണ്ടി 2 പേർ താഴെ മലർന്നു കിടപ്പുണ്ടായിരുന്നു. അവരുടെ മുകളിൽ നിന്നുകൊണ്ട് അവൾ നഗ്നയായി ശരീരമായിട്ട് ഡാൻസ് ചെയ്യുന്നു. അതിനുശേഷം അവർ അവളെ താഴേക്ക് വലിച്ചു കടത്തുന്നു. അവർ 2 പേരും അവളുടെ നഗ്നമായ ആ ശരീരത്തിൽ വിരലോടിക്കുന്നു. ഈ രംഗമെല്ലാം തന്നെ യാതൊരു മറയുമില്ലാതെ തന്നെ പൂർണ്ണ നഗ്നതയോടുകൂടിയാണ് എടുത്തിരിക്കുന്നത്. പല സുന്ദരിമാരുടെ ഉണ്ടെങ്കിലും ആംബർ ഹേർഡിൻ്റെ ഈ രംഗം തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അവർ 2 പേരും അവരുടെ നഗ്നമായ മാർഗത്തിൽ പിടിച്ചമർത്തി കളിക്കുന്നു. ലഹരി ഉപയോഗിച്ച് മതിമറന്ന അവൾ അതെല്ലാം ആസ്വദിച്ച് അവിടെ അവർക്കൊപ്പം കലാപരിപാടികൾക്ക് ഒപ്പം ചേരുന്നു. ഈ ചിത്രത്തിലെ മറ്റൊരു അടിപൊളി രംഗം ആംബർ ഹേർഡ് നഗ്നയായി കൂട്ടുകാരനുമൊത്ത് സൺബാത്ത് ചെയ്യുന്ന സമയത്ത് അവൻ്റെ GF കടന്നു വരുന്നതാണ്. അവരുടെ സംസാരത്തിനിടയിൽ ശല്യമാകേണ്ട കരുതി അപ്പോൾ തന്നെ ആംബർ ഹേർഡ് അവിടെ നിന്നും പോകുന്നു. ഈ സമയം നമുക്ക് നല്ല രീതിയിൽ തന്നെ ആംബർ ഹേർഡിൻ്റെ പിങ്ക് നിപ്പിൾസ് കാണാൻ സാധിക്കും. പൂളിൽ നിന്ന് പോകുന്ന ആംബർ ഹേർഡ് തൻ്റെ കൂട്ടുകാരിയും കൂട്ടി 2 പയ്യന്മാരുമായി ഫോർസം ചെയ്യുന്നു. ഈ സമയം ഒരുത്തൻ അവളുടെ കുണ്ടി കടിക്കുന്ന ഒരു രംഗം കൂടിയുണ്ട്. പരിപാടിയെല്ലാം കഴിഞ്ഞ് അവർ 4 പേരോടൊത്ത് പൂർണ്ണ നഗ്നയായി കിടന്നുറങ്ങുന്ന ആംബർ ഹേർഡിനെ പിന്നീട് കാണിക്കുന്നു. യാതൊരു നൂൽബന്ധം പോലുമില്ലാതെ കിടന്നുറങ്ങുന്ന അവളുടെ ശരീരത്തിനെ നോക്കി അവളുടെ ഒരു കൂട്ടുകാരനിരിക്കുന്നു. ഇതൊരു ക്രൈം ഡ്രാമ ത്രില്ലർ കാറ്റഗറിയിൽ പെടുന്ന ഒരു ചിത്രം കൂടിയാണ്. മാത്രമല്ല സെക്സിനും ഡ്രഗ്സിനും വയലൻസിനും ഈ ചിത്രം വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആംബർ ഹേർഡിൻ്റെ ഒരു 1.5 കളിപ്പടം എന്ന് പറയുവാൻ ഈ ചിത്രത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം ആംബർ ഹേർഡ് അഭിനയിച്ച മറ്റ് ചിത്രങ്ങളിലൊന്നും ഇത്ര നഗ്ന പ്രദർശനം ഉണ്ടായിട്ടില്ല. എക്സ്പോഷർ മാത്രമല്ല കൂട്ടുകളിയും ഈ ചിത്രത്തിനെ മറ്റൊരു ലെവലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. 34B ബ്രസ്റ്റ് സൈസുള്ള ആംബർ ഹേർഡിൻ്റെ വടിവത്ത ശരീരം ഈ ചിത്രത്തെ മറ്റൊരു അടിപൊളി തുണ്ടുപടത്തിൻ്റെ ലെവലിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ 4ാമത് പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി പടത്തിനെയാണ്. 2017 റിലീസായ ദ സോവർ എന്ന ഫ്രഞ്ച് പടമാണ്. പോളൈൻ ബുർലെറ്റ് കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ഒരാളുടെ മാത്രമല്ല പലരുടെയും നഗ്നതാ പ്രദർശനം ഈ ചിത്രത്തിനുണ്ട്. 1851 വിപ്ലവത്തെ തുടർന്ന് നാട്ടിലെ പുരുഷന്മാരെയെല്ലാം യുദ്ധത്തിന് വേണ്ടി പിടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ പുരുഷന്മാർ ഇല്ലാത്ത ആ ഗ്രാമത്തിലോട്ട് കഥാനായകനായ ജീൻ കടന്നു വരികയും പിന്നീട് അവൻ നാട്ടിലെ സ്ത്രീകളെ എല്ലാവരെയും എടുത്ത് പണിയുന്നതാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. പ്രേക്ഷകരെ ആവേശഭരിതരാക്കാൻ വേണ്ടി നിരവധി ചൂടൻ രംഗങ്ങൾ ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധത്തെ തുടർന്ന് നാട്ടിൽ ഒരു പുരുഷൻ പോലും ഇല്ലാത്ത അവസ്ഥയുണ്ടാകുന്നു. നാട്ടിലെ സ്ത്രീകളുടെ കാമം തീർക്കുവാൻ വേണ്ടി പോലും ആരെയും കിട്ടാനില്ലാത്ത അവസ്ഥ. അങ്ങനെ അവിടെയുള്ള സ്ത്രീകൾ എല്ലാവരും കൂടി കൂട്ടായി ഒരു തീരുമാനമെടുക്കുന്നു. ഇനി ആരാണ് ആ ഗ്രാമത്തിലോട്ട് ആദ്യം വരുന്നത് അവനെ അവിടുത്തെ സ്ത്രീകൾ എല്ലാം കൂടി കൂട്ടായി പങ്കിട്ടെടുത്തുകൊള്ളാൻ വേണ്ടി തീരുമാനിക്കുന്നു. ആ സമയത്താണ് നമ്മുടെ കഥാനായകനായ ജീനിൻ്റെ വരവ്. ജീനിനെ കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ അവൻ്റെ ചുറ്റും കൂടുന്നു. അവൻ എവിടെ നിന്നാണ് വരുന്നതെന്നും ഇനി എങ്ങോട്ടും പോകണ്ടെന്നും അവൻ ഇവിടെ തന്നെ നിന്നോളാനും അവർ പറയുന്നു.
ഗ്രാമത്തിലെ സ്ത്രീകളുടെ ഇത്തരം പെരുമാറ്റം കണ്ട് ആദ്യം ജീൻ ഒന്ന് ഭയപ്പെട്ടിരുന്നുവെങ്കിലും അവസാനം ജീൻ അവരുടെ ഇംഗിതത്തിന് വഴങ്ങിക്കൊടുക്കുന്നു. അങ്ങനെ ജീൻ അവിടുത്തെ മിക്ക സ്ത്രീകളുടെ വീട്ടിലെയും നിത്യ സന്ദർശകനായി. ജീനിൻ്റെ പരിപാടികൾ അവിടുത്തെ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുവാൻ തുടങ്ങിയിരുന്നു. ജീനാകട്ടെ ലോട്ടറി അടിച്ച അവസ്ഥയും. ജീനിന് താമസിക്കാൻ വേണ്ടി ഒരു പാർപ്പിടം അവർ ഒരുക്കി കൊടുക്കുന്നു. ജീന് ഭക്ഷിക്കാൻ വേണ്ട ഭക്ഷണം എല്ലാം ഏർപ്പാടാക്കിയത് വയലറ്റ് എന്ന പെൺകുട്ടിയായിരുന്നു. വളരെയധികം സുന്ദരിയായിരുന്നു വയലറ്റ്. പോളൈൻ ബുർലെറ്റാണ് വയലറ്റ് എന്ന കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്നത്. അവൾ കന്യകയായിരുന്നു. ഇതിനു മുമ്പ് അവൾ ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലായിരുന്നു. പതിയെ പതിയെ വയലറ്റും ജീനും അടുക്കുവാൻ തുടങ്ങുന്നു. അങ്ങനെ അവർ തമ്മിൽ പ്രണയിക്കുന്നു. അങ്ങനെ പതിയെ നാട്ടിലെ സ്ത്രീകൾക്കൊന്നും കൊടുക്കാത്ത ജീൻ വയലറ്റിന് മാത്രം കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ നാട്ടിലെ സ്ത്രീകളെല്ലാം വയലറ്റിനോട് ദേഷ്യമാകുന്നു. അങ്ങനെ പതിയെ പതിയെ വയലറ്റ് ഗ്രാമത്തിൽ ഒറ്റപ്പെടുവാൻ തുടങ്ങുന്നു. വയലറ്റിൻ്റെ ഈ അവസ്ഥ തൻ്റെ കാമുകനായ ജീനിനോട് പറയുന്നു. അങ്ങനെ ജീൻ പഴയ പോലെ നാട്ടിലെ സ്ത്രീകൾക്ക് കളി കൊടുക്കുന്നു. യുദ്ധം അവസാനിച്ച് ഗ്രാമത്തിലെ പുരുഷന്മാർ ഓരോരുത്തരായി മടങ്ങി വരുവാൻ തുടങ്ങുന്നു. അതോടുകൂടി ഗ്രാമത്തിലെ സ്ത്രീകൾക്ക് ജീനിനെ ഭയമാകുന്നു. തങ്ങളുടെ ഈ അവിഹിത ഭർത്താക്കന്മാർ അറിഞ്ഞാൽ തങ്ങളെ കൊല്ലുമെന്നായി അവർക്ക് പേടി. അങ്ങനെ അവർ എല്ലാം കൂടി ജീനിനെ ഗ്രാമത്തിൽ നിന്നും പോകുവാൻ പറയുന്നു. അങ്ങനെ ജീൻ ഗ്രാമത്തിൽ നിന്ന് പോകാമെന്ന് സമ്മതിക്കുന്നു. അതേസമയം വയലറ്റ് ഗർഭിണിയായിരുന്നു. തൻ്റെ കൂടെ പോരാൻ വയലറ്റിനോട് ജീൻ പറയുന്നു. പക്ഷേ ജീൻ അതിന് സമ്മതിക്കുന്നില്ല. വിവാഹിതയാകാതെ ഗർഭം ധരിച്ചതിനാൽ നാട്ടിലെ ജനങ്ങൾ വയലറ്റിനെ കുറ്റക്കാരിയാക്കുമെന്ന് ജീൻ പറയുന്നു. എന്നിട്ടും വയലറ്റ് വരുവാൻ കൂട്ടാക്കുന്നില്ല. അവസാനം ജീൻ ഒറ്റയ്ക്ക് മടങ്ങിപ്പോകുന്നു. ചിത്രത്തിൻ്റെ അവസാനത്തിൽ വയലറ്റിന് ഒരു കത്ത് ലഭിക്കുന്നു. ജീനിന് പുറത്ത് ഒരു ജോലി ലഭിച്ചിട്ടുണ്ടെന്നും അധികം വൈകാതെ ജീൻ വന്ന് വയലറ്റിനെ കൂട്ടിക്കൊണ്ടു പോകാമെന്നുമായിരുന്നു ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് ഇണക്കുരുവുകളുടെയും കളികളാണ് ഈ സിനിമയിലെ മെയിൻ ഹൈലൈറ്റ്. വയലറ്റ് കുളിക്കുന്നത് ജീൻ ഒളിഞ്ഞു നിന്ന് കാണുന്നു. പുഴയിൽ നീന്തി തുടിക്കുകയായിരുന്നു വയലറ്റ്. ജീനിനെ കണ്ടതും കരയിൽ കയറി വസ്ത്രം മാറുവാൻ ശ്രമിക്കുന്നു. ഈ സമയം ജീൻ പുറകിൽ നിന്നും വയലറ്റിനെ പരിപാടി നടത്തുന്നു. അങ്ങനെ നിരവധി ചൂടൻ രംഗങ്ങൾ അടങ്ങിയതാണ് ഈ സിനിമ. വയലറ്റിൻ്റെ നഗ്ന പ്രദർശനം കൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് മറക്കാനാവാത്ത ഒരു വിരുന്ന് ഈ സിനിമ ഒരുക്കുമെന്ന് തീർച്ച. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. 1991 പുറത്തിറങ്ങിയ ക്ലോസ് മൈ ഐസ് എന്ന പടമാണ് അഞ്ചാമത്തേത്. സാസ്കിയ റീവ്സ് കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. നതേലിയ എന്ന കഥാപാത്രത്തിനെയാണ് സാസ്കിയ അവതരിപ്പിക്കുന്നത്. ഒരു സഹോദരനും സഹോദരിയും തമ്മിലുള്ള അതിരുകടന്ന ലൈംഗിക ബന്ധമാണ് ഈ സിനിമയുടെ പ്രമേയം. നതേലിയയുടെ സഹോദരനായിരുന്നു റിച്ചാർഡ്. സഹോദരങ്ങൾ ആയിരുന്നു അവർ. എങ്കിലും വളരെ കാലമായി അവർ തമ്മിൽ പരസ്പരം കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ റിച്ചാർഡ് നതേലിയെ വിളിച്ച് താൻ എവിടെയുണ്ടെന്ന് തിരക്കുന്നു. അങ്ങനെ റിച്ചാർഡ് നതേലിയയുടെ വീട്ടിൽ വരുന്നു. വളരെയധികം സുന്ദരിയായിരുന്നു നതേലിയ. അപാര മേനിയഴകും ശാരീരിക വടിവും അവൾക്കുണ്ടായിരുന്നു. ആദ്യമേ നതേലിയയുടെ ശാരീരിക അഴക് കണ്ട് റിച്ചാർഡ് ഭ്രമിച്ചിരുന്നുവെങ്കിലും പിന്നീട് അത് തൻ്റെ സഹോദരി ആയിരുന്നതിനാൽ റിച്ചാർഡ് തൻ്റെ ആ ആഗ്രഹം ഉപേക്ഷിക്കുന്നു. രാത്രിയിൽ റിച്ചാർഡ് കിടന്നിരുന്ന മുറിയുടെ അടുത്ത് ഒരു പാർട്ടി നടക്കുന്നു. അവിടുത്തെ ശബ്ദം കാരണം റിച്ചാർഡിന് ഉറങ്ങുവാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവൻ നതേലിയയുടെ മുറിയിൽ ചെന്ന് കിടക്കുന്നു. നതേലിയ ആ സമയം വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു. തൻ്റെ കാമുകനുമായി താൻ തെറ്റിപ്പിരിയാനുള്ള കാരണം നതേലിയ റിച്ചാർഡിനോട് പറയുന്നു. റിച്ചാർഡ് അവളെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. ഈ സമയം നതേലിയ റിച്ചാർഡിനെ ചുംബിക്കുന്നു. അപ്പോൾ റിച്ചാർഡിന് മനസ്സിലാകുന്നു നതേലിയയ്ക്ക് തന്നോട് അടങ്ങാത്ത കാമാസക്തി ഉണ്ടെന്ന്. പിറ്റേ ദിവസം റിച്ചാർഡിന് ഫോൺ കോൾ വരുന്നു, തൻ്റെ ഓഫീസിലോട്ട് മടങ്ങി ചെല്ലണമെന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മുടെ കഥാനായകനായ റിച്ചാർഡ് തൻ്റെ നാട്ടിലോട്ട് മടങ്ങിപ്പോകുന്നു. അതുപോലെ തന്നെ അവർ തമ്മിൽ ഫോൺ വിളി ഉണ്ടായിരുന്നു. എന്നാൽ പതിയെ റിച്ചാർഡിന് ആ റിലേഷൻഷിപ്പ് മടുക്കുവാൻ തുടങ്ങുന്നു. ഒരു ദിവസം നതേലിയ അവനെ വിളിച്ചപ്പോൾ റിച്ചാർഡ് തൻ്റെ ഓഫീസിലെ സെക്രട്ടറി ആയിട്ട് പണിയുകയായിരുന്നു. നതേലിയയോട് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്യുന്നു. അത് അവൾക്ക് നന്നായിട്ട് ഫീലാകുന്നു. അങ്ങനെ 2 വർഷം കടന്നു പോകുന്നു. പിന്നീട് ഒരു ദിവസം റിച്ചാർഡ് അവളെ വിളിച്ചപ്പോൾ നതേലിയയുടെ വിവാഹം കഴിഞ്ഞുവെന്നും വീട്ടിൽ വന്ന് തൻ്റെ ഭർത്താവിനെ പരിചയപ്പെടാമെന്നും അവൾ പറയുന്നു. അങ്ങനെ നമ്മുടെ കഥാനായകൻ നതേലിയയുടെ വീട്ടിൽ ചെല്ലുന്നു. വലിയൊരു ബംഗ്ലാവ് തന്നെയായിരുന്നു അത്. അവിടെ ഉണ്ടായിരുന്ന നതേലിയെ കണ്ട് അവൻ ഞെട്ടിപ്പോകുന്നു. വളരെയധികം സുന്ദരിയായിരുന്നു അവളപ്പോൾ. അവളുടെ വശ്യതയേറിയ മനോഹാരിതയിൽ അവൻ മയങ്ങിപ്പോകുന്നു. അങ്ങനെ റിച്ചാർഡ് നതേലിയയുടെ ഭർത്താവായ സിംഗ്ലെയറിനെ പരിചയപ്പെടുന്നു.
നല്ലൊരു വിരുന്ന് കിട്ടിയ റിച്ചാർഡ് നതേലിയെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. പിറ്റേ ദിവസം നതേലിയ റിച്ചാർഡിൻ്റെ വീട്ടിലേക്ക് വരുന്നു. വളരെയധികം താമസിച്ചാണ് നതേലിയ അവിടെ എത്തിയത്. എന്നാൽ റിച്ചാർഡ് അവളോട് വല്ലാതെ ദേഷ്യപ്പെടുന്നു. നതേലിയ അവനെ ചുംബിക്കുന്നു. തൻ്റെ മനസ്സിൽ അടങ്ങാതെ ഉണ്ടായിരുന്ന കാമവേശം ആ ചുംബനത്തിലൂടെ റിച്ചാർഡ് പുറത്തെടുക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ അടിച്ചു തിമിർക്കുന്നു. പ്രേക്ഷകരെ ആവേശഭരിതരാക്കുന്ന പല രംഗങ്ങളും ഈ സീനിലുണ്ട്. പരിപാടി കഴിഞ്ഞ നതേലിയ റിച്ചാർഡിനോട് ഇതെല്ലാം മറക്കണമെന്നും താൻ വിവാഹിതയാണെന്നും അതിനാൽ ഇനി ഇതുണ്ടാകരുതെന്നും പറയുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നതേലിയയുടെ ഭർത്താവായ സിംഗ്ലെയർ റിച്ചാർഡിനെ ഒരു ടൂർ പോകുവാൻ ക്ഷണിക്കുന്നു. അങ്ങനെ റിച്ചാർഡും ആ ടൂറിൽ പങ്കെടുക്കുന്നു. അവിടെ വെച്ച് റിച്ചാർഡ് തൻ്റെ സഹോദരിയായ നതേലിയയുടെ പ്രത്യേക ശരീരഭാഗത്തിൻ്റെ ഫോട്ടോകൾ എടുക്കുന്നു. ഇത് കാണുന്ന നതേലിയ റിച്ചാർഡിനെ മാറ്റി നിർത്തി വിലക്കുന്നു. തന്നോട് ഇങ്ങനെ പെരുമാറരുതെന്നും താൻ വിവാഹിതയാണെന്നും സിംഗ്ലെയർ ഇതറിഞ്ഞ വലിയ പ്രശ്നമുണ്ടാക്കുമെന്നും നതേലിയ റിച്ചാർഡിനോട് പറയുന്നു. റിച്ചാർഡിന് നതേലിയോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് അവൻ അപ്പോൾ പറയുന്നു. അതിനുവേണ്ടി നതേലിയെ ഒറ്റയ്ക്ക് കിട്ടണമെന്ന് റിച്ചാർഡ് പറയുന്നു. നതേലിയ അതിന് സമ്മതിക്കുന്നു. നതേലിയയ്ക്ക് ഓഫീസ് സംബന്ധമായ ഒരു കാര്യം അത്യാവശ്യമായി വന്നെന്നും അതിനാൽ തനിക്ക് ഓഫീസിലേക്ക് മടങ്ങിപ്പോകണമെന്നും നതേലിയ തൻ്റെ ഭർത്താവായ സിംഗ്ലെയറിനോട് കള്ളം പറയുന്നു. അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഫ്ലാറ്റിലോട്ട് നതേലിയ റിച്ചാർഡിനെ ക്ഷണിക്കുന്നു. ഫ്ലാറ്റിലെത്തിയ ഇരുവരും മതിമറന്ന് അവിടെ കിടന്ന് പരിപാടികൾ നടത്തുന്നു. ഈ സീനിൽ എല്ലാം തന്നെ കാണിക്കുന്നുണ്ട്. ഈ സീൻ ഒന്നും പ്രേക്ഷകർ മിസ് ചെയ്യാതെ കാണുവാൻ ശ്രമിക്കുക. പ്രേക്ഷകരെ നല്ല രീതിയിൽ ആവേശഭരിതരാക്കുവാനുള്ള എല്ലാം അതിൽ തന്നെയുണ്ട്. നതേലിയയുടെ വശ്യമനോഹാരിത മുഴുവൻ നമുക്ക് ഈ സീനിലൂടെ കാണുവാൻ സാധിക്കും. അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നതേലിയയും റിച്ചാർഡും അവിടെ നിന്ന് പിരിയുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നതേലിയ റിച്ചാർഡിനെ വിളിച്ചപ്പോൾ താൻ ഓഫീസിലെ ഒരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാണെന്നും ഉടൻ തന്നെ അവർ തമ്മിൽ കല്യാണം നടക്കുമെന്നും അവൻ പറയുന്നു. തനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന മുഴുവനും ഇനി മറ്റൊരു പെൺകുട്ടിക്ക് പോകുമെന്ന് അറിഞ്ഞപ്പോൾ നതേലിയയ്ക്ക് സങ്കടമാകുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ കഥാനായകനായ റിച്ചാർഡ് തൻ്റെ സഹോദരിയായ നതേലിയെ കാണാൻ വേണ്ടി അവളുടെ വീട്ടിലോട്ട് ചെല്ലുന്നു. ആ സമയം നതേലിയ വീട്ടിലില്ലായിരുന്നു. നതേലിയയുടെ ഭർത്താവായ സിംഗ്ലെയർ മാത്രമാണ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. സിംഗ്ലെയർ റിച്ചാർഡിനെ കൂട്ടി പുറത്തേക്ക് പോകുന്നു. നതേലിയയ്ക്ക് പരപുരുഷ ബന്ധമുണ്ടെന്നും അതാരാണെന്ന് തനിക്ക് അറിയില്ലെന്നും സിംഗ്ലെയർ പറയുന്നു. അത് കണ്ടെത്താൻ വേണ്ടി റിച്ചാർഡ് തന്നെ സഹായിക്കണമെന്ന് സിംഗ്ലെയർ പറയുന്നു. പക്ഷേ അതിനെപ്പറ്റി തനിക്കൊന്നും അറിയില്ലെന്നും നതേലിയ നല്ലൊരു പെൺകുട്ടിയാണെന്നും റിച്ചാർഡ് മറുപടി പറയുന്നു. അവൾ ഇതിനൊന്നും മുതിരെന്ന് റിച്ചാർഡ് ഉറപ്പ് നൽകുന്നു. പക്ഷേ സിംഗ്ലെയർ അത് സമ്മതിക്കുന്നില്ല. സിംഗ്ലെയർ അവളുടെ കള്ളി വെളിച്ചത്ത് കൊണ്ടുവരാൻ ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. വീട്ടിലെത്തിയ അവർ നതേലിയെ കാണുന്നു. അങ്ങനെ നല്ലൊരു വിരുന്നിന് ശേഷം റിച്ചാർഡ് അവരോട് നന്ദി പറഞ്ഞ് മടങ്ങിപ്പോകുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നതേലിയ തൻ്റെ ഭർത്താവായ സിംഗ്ലെയറിനോടൊപ്പം നാട് വിട്ട് പോകുകയാണെന്ന് റിച്ചാർഡിനെ അറിയിക്കുന്നു. അത് കേട്ടപ്പോൾ റിച്ചാർഡിന് വളരെയധികം സങ്കടമാകുന്നു. തൻ്റെ ചരക്ക് സഹോദരിയെ ഇനി പരിപാടി നടത്തുവാൻ കിട്ടുകയില്ലെന്നോർത്ത് അവൻ വളരെയധികം സങ്കടപ്പെടുന്നു. അവൻ അക്കാര്യം നതേലിയോട് പറയുന്നു. അവന് നതേലിയുമായിട്ട് ഇനിയും പരിപാടി നടത്തണമെന്ന് പറയുന്നു. പക്ഷേ നതേലിയ ഇനിയൊന്നും പറ്റില്ലെന്നും തൻ്റെ ഭർത്താവായ സിംഗ്ലെയർ എന്തെങ്കിലും അറിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ടാകുമെന്നും പറഞ്ഞ് റിച്ചാർഡിനെ ഒഴിവാക്കുന്നു. പക്ഷേ റിച്ചാർഡിന് അവൾ ഇല്ലാതെ പറ്റില്ലായിരുന്നു. തൻ്റെ സുന്ദരിയായ സഹോദരിയായിട്ട് ഇനി പരിപാടിയൊന്നും നടക്കില്ല എന്നോർത്തപ്പോൾ അവന് കരച്ചിൽ വരുന്നു. ഇതെല്ലാം മറിഞ്ഞെന്ന് സിംഗ്ലെയർ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ സിംഗ്ലെയർ അവർ രണ്ടുപേരെയും വിളിക്കുന്നു. നിങ്ങൾ തമ്മിൽ പരിപാടി നടക്കുന്ന കാര്യം തനിക്ക് നേരത്തെ അറിയാമെന്ന് സിംഗ്ലെയർ പറയുന്നു. ഇതെല്ലാം ഇപ്പോൾ പറഞ്ഞു തീർക്കണമെന്നും ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കരുതെന്നും സിംഗ്ലെയർ പറയുന്നു. അങ്ങനെ തൻ്റെ ഭാര്യയായ നതേലിയയ്ക്കും അവളുടെ സഹോദരനായ റിച്ചാർഡിന് മാപ്പ് കൊടുക്കാൻ സിംഗ്ലെയർ ഒരുക്കമാവുന്നു. അങ്ങനെ നല്ലൊരു ഹാപ്പി എൻഡിങ്ങിലൂടെ ഈ സിനിമ അവസാനിക്കുന്നു. ഈ സിനിമയിൽ നല്ല രീതിയിലുള്ള ചൂടൻ രംഗങ്ങൾ അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. നതേലിയയുടെ പൂർണ്ണ നഗ്നതയെ ഈ സിനിമയിൽ അവർ കാണിക്കുന്നുണ്ട്. നതേലിയ അവളുടെ സഹോദരനായ റിച്ചാർഡുമായി ഫ്ലാറ്റിൽ നടത്തുന്ന ചില പരിപാടികളാണ് ഈ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ്. നല്ല രീതിയിൽ പ്രേക്ഷകരെ ആവേശഭരിതരാക്കുവാൻ വേണ്ടിയുള്ള പല രംഗങ്ങളും ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തുണ്ടുപടം തപ്പിപ്പോകുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു പടം തന്നെയാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. ഇനി ഞാൻ അവസാനം പറഞ്ഞ ജാക്ക്പോട്ടിൻ്റെ കാര്യം പറയാം. ആർക്കെങ്കിലും ഈ സിനിമകൾ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ വെറുതെ തപ്പി നടന്ന സമയം കളയണ്ട. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.